ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ഫിസിക്സിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയ സിലബസ് പ്രകാരമുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ്. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്, ന്യൂ സിലബസ് പ്രകാരമുള്ള. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് തന്നെ ഇതിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതുപോലെ രണ്ട് കുട്ടികൾ തമ്മിൽ അമ്മയും മകളും തമ്മിൽ സംസാരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്? അതാ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു, അമ്മയെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. അപ്പോൾ മകൾ പറയുകയാണ്, റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ. വേനൽക്കാലമല്ലേ, അത് വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല, അവിടെ എത്തുമ്പോൾ കണ്ടോളൂ. അപ്പോൾ വേനൽക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു അനുഭവം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടല്ലേ? ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ പലതും എന്താ കാരണം? ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ വിവിധ പ്രകാശ പ്രതിഭാസങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഇതുപോലെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതും, അതുപോലെ ഗ്ലാസ്സിലെ നാരങ്ങ വെള്ളത്തിലേക്കിട്ട സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? ഈ പ്രകാശത്തിൻ്റെ പ്രതിഫലനം കൊണ്ടാണ്. അതായത് വിവിധ തരത്തിലുള്ള പ്രകാശ പ്രതിഫലനങ്ങളാണ് ഇതിനൊക്കെ കാരണം. അതായത് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു വസ്തുവിൽ പതിച്ച പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് എപ്പോഴാണ്? നമ്മുടെ ഒരു വസ്തുവിൽ പതിച്ച പ്രകാശം എന്ത് ചെയ്യുന്നു? പ്രതിപതിക്കുന്നു. അങ്ങനെ പ്രതിപതിച്ച ആ ഒരു പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. നാരങ്ങ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സ്ട്രോയിൽ നിന്ന് പ്രതിപതിച്ച് വരുന്ന പ്രകാശകിരണങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? ആ നാരങ്ങ വെള്ളത്തിൽ കിടക്കുന്ന സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഇവിടെ ഒരു പ്രവർത്തനമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പ്രവർത്തനമെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് ട്രഫിൽ 1/4 ഭാഗത്തോളം ജലമെടുക്കുക. അപ്പം നമ്മളൊരു ഗ്ലാസ് ട്രഫ് എടുക്കുക, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/4 ഭാഗത്തോളം ഇങ്ങനെ ജലമെടുത്തു. അപ്പോൾ ഇതൊരു ഗ്ലാസ് ട്രഫാണെന്ന് വിചാരിക്കുക. ഇതിൽ നമ്മൾ 1/4 ഭാഗത്തോളം എന്തെടുത്തു? ജലമെടുത്തു. ഇനിയോ ജലത്തിൽ 1-2 തുള്ളി പാല് ചേർക്കുക. അപ്പോൾ സാധാരണ ജലമാണ്, അതിൽ വാട്ടറാണ് തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? 1-2 തുള്ളി എന്ത് ചെയ്ത് കൊടുക്കുക? മിൽക്ക് ചേർത്ത് കൊടുക്കുക, പാല് ചേർത്ത് കൊടുക്കണം. ഇനി എന്ത് ചെയ്യുക? ട്രഫ് സുതാര്യമായ പേപ്പർ ഷീറ്റ് കൊണ്ട് അടയ്ക്കുക. അപ്പോൾ സുതാര്യമായൊരു പേപ്പർ ഷീറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ട്രഫിനെ അടച്ചു. ട്രഫിൽ ബാക്കി ഭാഗത്ത് പുക നിറച്ച ശേഷം ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ ചിത്രം 1-2 കാണുന്ന അതേ രീതിയിൽ പതിപ്പിച്ച് പ്രകാശപാത നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ആ പ്രകാശപാത നിരീക്ഷിക്കാൻ പറ്റുന്നത്? നമുക്കിതാ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം ഇതാണ് 1-2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് അതിൽ 1/4 ഭാഗം വെള്ളം വീത്തി, 1-2 തുള്ളി പാല് വീത്തി, അതിന് മീതെ നമ്മളൊരു എന്താണ് പേപ്പറൊക്കെ വെച്ചു നമ്മൾ അതിനെ മറച്ചു. എന്നിട്ട് അതിലെന്ത് ചെയ്തു? പ്രകാശം കടത്തിവിട്ടു. അങ്ങനെ പ്രകാശം കടത്തിവിട്ടപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ആ പ്രകാശത്തിൻ്റെ പാത എന്ത് ചെയ്തിരിക്കുന്നു? ഒടിഞ്ഞിരിക്കുന്നതായി നമ്മുടെ കണ്ണിൽ അനുഭവപ്പെടുന്നു, അല്ലേ? ഇതാ ഇവിടം വരെ വന്നിരിക്കുന്നു, ഇവിടെ ഒരു ഒടിവ് വന്നിരിക്കുന്നു. അപ്പോൾ പ്രകാശപാതയുടെ രേഖാചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വായു, ഇത് ജലം. അപ്പോൾ ഇതിലിങ്ങനെ വായുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ജലത്തിലോട്ട് പ്രകാശം പതിക്കുന്ന ആ ഭാഗത്ത് എന്ത് ചെയ്തിരിക്കുന്നു? ആ ഒരു വസ്തു ഒടിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അതുപോലെയാണ് നാരങ്ങ വെള്ളത്തിലും സംഭവിക്കുന്നത്.
ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നത്? അപ്പോൾ ട്രഫിനുള്ളിലോട്ട് പോകുമ്പോൾ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ട്രഫിനുള്ളിലോട്ട് എന്താണ്, വായുവിൽ വന്നു വായുവിലോട്ട് വന്നു, പിന്നെയാണ് അത് ഇങ്ങോട്ട് പോകുന്നത്, ജലത്തിലോട്ട് പോകുന്നത്. ഒരു മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശ എപ്രകാരമായിരിക്കും? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരേ ദിശയിൽ മാത്രമാണ്. അപ്പോൾ ഒരു ദിശയിൽ മാത്രം, ഇപ്പോൾ വായുവിൽ മാത്രമാണെങ്കിൽ പ്രകാശപാത എങ്ങനെയായിരിക്കും? നേർരേഖയിലായിരിക്കും. അപ്പോൾ ജലത്തിൽ മാത്രമാണെങ്കിലും പ്രകാശപാത നേർരേഖയായിരിക്കും. പക്ഷേ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പ്രകാശപാത മുറിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്ന് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു, അല്ലേ? ഒന്നാമത്തേൽ നിന്ന് രണ്ടാമത്തേലോട്ട് പോകുമ്പോൾ വായു എന്ന മാധ്യമത്തിൽ നിന്ന് ജലം എന്ന മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുന്നു. അപ്പോൾ പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കും? ദിശാവ്യതിയാനം സംഭവിക്കും. പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് എവിടെ വച്ചാണ്? അപ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. എവിടെ വെച്ചാണ്? ഒരു മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഇനി ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുമോ? ഇപ്പോൾ ഒരു പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു? ലംബമായിട്ട് പതിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്തുണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിശാവ്യതിയാനം ഉണ്ടാകുമോ? ഇവിടെ ഇതേപോലെ പതിക്കുകയാണ് ലംബമായിട്ട്. അവിടെ എന്ത് സംഭവിക്കത്തില്ല? ദിശാവ്യതിയാനം ഉണ്ടാകില്ല. ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ട്രഫിലെ ജലോപരിതലത്തിലേക്ക് ലംബമായി പതിപ്പിച്ച് നോക്കൂ. ഇവിടെ ലംബമായിട്ടല്ലേ ഇരിക്കുന്നത്. ഇവിടെ വായുവിൽ നിന്ന് നമ്മൾ നേരെ ഒരു പ്രകാശരശ്മി ജലത്തിലോട്ട് പതിച്ചു. അവിടെ എന്തില്ല? അവിടെ പ്രകാശത്തിന് ജലോപരിതലത്തിലോട്ട് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്തില്ല? അവിടെ അതിന് വേറെ ഒരു ചരിവോ ദിശാവ്യതിയാനമോ ഒന്നും സംഭവിക്കത്തില്ല. ഇവിടെ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടായോ? ഇല്ല. അപ്പം അതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പം നമുക്ക് പറയാം എന്താണ്? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. അപ്പോൾ ഒരു മാധ്യമത്തിലൂടെയാണ് എങ്കിൽ പ്രകാശം സഞ്ചരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രകാശപാത? അത് നേർരേഖയിലായിരിക്കും. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. അപ്പം അതാണ് നമ്മൾ നാരങ്ങ വെള്ളത്തിലെ സ്ട്രോക്ക് എന്ത് കണ്ടത്? അവിടെ ദിശാവ്യതിയാനം കണ്ടത്. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു പ്രകാശരശ്മി ലംബമായിട്ടാണ് പതിച്ചാൽ അവിടെ എന്ത് സംഭവിക്കത്തില്ല? പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കത്തില്ല. ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, വായു എന്ന മാധ്യമത്തിൽ നിന്ന് ജലം എന്ന മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ലംബമായി സഞ്ചരിച്ചാൽ അല്ലെങ്കിൽ ലംബമായി പതിക്കുമ്പോൾ അതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നു എന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തരാം. അപ്പോൾ നമ്മൾ പറയണം എന്താണ്? അവിടെ ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് കടക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ട്. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ട്. അതിന് കാരണമാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മുടെ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അതാണ് നമ്മുടെ പ്രകാശത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത്. മിനുസമുള്ള ഒരു പ്രതലത്തിൽ നിന്ന് പരുപരുത്ത പ്രതലത്തിലേക്ക് സഞ്ചരിക്കുന്ന ടോയ് കാറിൻ്റെ ചലനവേഗവും ദിശയും നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടോയ് കാർ പോകുന്ന കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നല്ല മിനുസമുള്ള പ്രതലം. ഈ മിനുസമുള്ള പ്രതലത്തിൽ നിന്ന് പെട്ടെന്ന് ടോയ് കാർ അങ്ങോട്ട് മാറുന്നു, പരുപരുത്ത പ്രതലത്തിലേക്ക് മാറുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദിശാവ്യതിയാനം സംഭവിക്കുന്നു. കാറിൻ്റെ ചലനദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. എവിടെ വെച്ചാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? ഇവിടെ വെച്ചിട്ടാണ്. അതായത് ഒരു പ്രതലത്തിലോട്ട് മാറുമ്പോഴാണ്. ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്താണ് അതിന് ചലന വ്യതിയാനം ഉണ്ടാകുന്നത്. മിനുസമുള്ള പ്രതലത്തിലൂടെയും പരുപരുത്ത പ്രതലത്തിലൂടെയും ഒരേ വേഗത്തിലാണോ കാർ നീങ്ങിയത്? ഒരേ വേഗത്തിൽ
അല്ല, മിനുസമുള്ള പ്രതലത്തിലാണെങ്കിൽ നമുക്കറിയാം വേഗത്തിലോടും. എന്നാൽ പരുപരത്താണെങ്കിലോ വേഗം കുറവായിരിക്കും. ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് മൂലം കാറിൻ്റെ വേഗത്തിന് വ്യത്യാസമുണ്ടാകുന്നതാണ് അതിൻ്റെ ദിശാവ്യതിയാനത്തിന് കാരണം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ദിശാവ്യതിയാനത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്കെന്ത് പറയാം? ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് മൂലം കാറിൻ്റെ വേഗത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ ദിശാവ്യതിയാനം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഏതൊരു വസ്തുവായാലും ഒരു വസ്തുവിൻ്റെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെ വേഗത്തിൽ എന്തുണ്ടാകുന്നു? വ്യത്യാസമുണ്ടാകുന്നു. അതാണ് ഈ ഒരു ദിശാ വ്യതിയാനത്തിന് കാരണം. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. അപ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെ പ്രകാശം പതിക്കുന്നത് വ്യത്യസ്തമാണ് എന്നാണ് നമ്മളിവിടെ പഠിച്ചത്. പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം. അപ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? പ്രകാശവേഗത്തിൽ മാറ്റമുണ്ടാകുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം ഇവിടെ പട്ടികയിൽ നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. മാധ്യമങ്ങളും ഇതുപോലെ ചോദിക്കാം. പ്രകാശവേഗതയും ഏകദേശ കണക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വായു എന്ന മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. എവിടെയാ? വായു എന്ന മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗത. അടുത്ത നമ്മൾ ജലമെടുത്തു. ജലത്തിൽ എത്രയാണ്? 2.25 × 10⁸ ആണ്. അപ്പോൾ ആദ്യം 3ആയി, പിന്നെ ആ 3ൽ നിന്ന് എത്ര കുറഞ്ഞു? 75% കുറഞ്ഞു. അടുത്ത 2.25 പിന്നെ എത്രയായി? ഗ്ലാസ്സിലാണെങ്കിലോ 2×10⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസ്സിലാണെങ്കിൽ എത്രയായി? 2. ഗ്ലാസ്സിൽ അത് 2ആയി. ഇനി വജ്രത്തിലാണെങ്കിൽ എത്രയാണ്? 1.25 1/4 അങ്ങനെ പോകും. 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? വിവിധ മാധ്യമങ്ങളും പ്രകാശവേഗതയും എന്ന് നമ്മൾ പറയുന്നത്. വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വ്യത്യാസപ്പെടാൻ കാരണം എന്താണ്? മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഈ വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വ്യത്യാസപ്പെടാൻ കാരണം എന്തെന്ന് ചോദിക്കാം. അപ്പോൾ പറയണം എന്താ? മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വ്യത്യാസപ്പെടാൻ കാരണം. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പ്രകാശിക സാന്ദ്രത? മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവാണ് ആ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശത്തിൻ്റെ വേഗം കുറവായിരിക്കും. അപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗത എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇനി പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലാണെങ്കിലോ പ്രകാശത്തിൻ്റെ വേഗം കൂടുതലായിരിക്കും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിക്കാം. പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതയുമായി ബന്ധമില്ല എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്രകാശിക സാന്ദ്രതയ്ക്ക് എന്തില്ല? പദാർത്ഥ സാന്ദ്രതയുമായി ബന്ധമില്ല. ഇനി ഇവിടെ നമ്മുടെ പട്ടിക 1.1 മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കുന്നത്? നമ്മുടെ തന്നിരിക്കുന്ന എന്താണ്? 1.1. ഇവിടെ 1.1 നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതാണ് നമ്മുടെ പട്ടിക 1.1. അപ്പോൾ ഇതിൽ പ്രകാശവേഗം കൂടിയതിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക?
കണക്കാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാശവേഗം കൂടുതലാണെങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും? പ്രകാശത്തിന് സാന്ദ്രത കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രകാശ വേഗം ഏറ്റവും കുറവാർക്കാണ്? വജ്രത്തിനാണ്. അപ്പോൾ വജ്രത്തിന് എന്ത് കൂടുതലാണ്? വജ്രത്തിനാണ് പ്രകാശ സാന്ദ്രത കൂടുതൽ. രണ്ടാമത് ഗ്ലാസിനാണ്. മൂന്നാമത് ജലത്തിനാണ്. നാലാമത് വായുവിനാണ്. അപ്പോൾ പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവുള്ള മാധ്യമം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? വായുവാണെന്ന് പറയാം. ഇനി നമ്മൾ പറയുന്നത് അപവർത്തനം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? പ്രകാശ സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകാശ സാന്ദ്രതയുള്ള വജ്രത്തിനാണ്. ഏറ്റവും കുറവ് പ്രകാശ സാന്ദ്രത ഏതിനാണ്? വായുവിനാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് അപവർത്തനത്തെക്കുറിച്ചാണ്. നാരങ്ങ വെള്ളത്തിൽ സ്ട്രോ ഒടിഞ്ഞതായി തോന്നിയതിന് കാരണം നമ്മൾ എന്താ പറഞ്ഞത്? അത് നമ്മൾ പറഞ്ഞു ഒരു മാധ്യമത്തിൽ, അതായത് പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ് അതിന് കാരണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. എന്താണ്? ഗ്ലാസ്സിൽ ഒരു സ്ട്രോ ചരിച്ച് വയ്ക്കുന്നു. ഗ്ലാസ്സിൽ എന്ത് ചെയ്തു? ഒരു സ്ട്രോ ചരിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ പിന്നീട് അതിലേക്ക് ചിത്രത്തിലേതുപോലെ ജലം നിറയ്ക്കുന്നു. അപ്പോൾ അത് ഇവിടെ ഒരു ഗ്ലാസ് മാത്രം വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് ഒരു സ്ട്രാ വെച്ചപ്പോൾ അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി എന്താണ്? ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് ജലം നിറയ്ക്കുന്നു. ആ ജലം നിറച്ചപ്പോൾ കണ്ട വ്യത്യാസം നിങ്ങൾ കണ്ടോ? അപ്പോൾ എന്താ സംഭവിച്ചത്? എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? നമുക്ക് മനസ്സിലായി അവിടെ സ്ട്രോ എന്ത് ചെയ്തു? ഒടിഞ്ഞതായി കാണുന്നു. അതിനുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ മാധ്യമത്തിൽ വ്യത്യാസം വരും. ആ ഒരു പ്രകാശത്തിൻ്റെ പ്രതിഫലനത്തിന് മാറ്റം വരും. അതായത് പ്രകാശത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോ ഒടിഞ്ഞതായിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ കണ്ണിൽ തോന്നും. ഒരു ട്രഫിൽ ജലം ഒഴിക്കുന്നതിന് മുമ്പും ഒഴിച്ചതിന് ശേഷവും ട്രഫിലിരിക്കുന്ന സ്ട്രോയിൽ നിന്ന് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പാത ചിത്രീകരിച്ചത് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ നോക്കിയേ? ട്രഫിൽ ജലം ഒഴിക്കുന്നതിന് മുമ്പ് എന്താണ് അവസ്ഥ? ട്രഫിൽ ജലം ഒഴിച്ചതിന് ശേഷം എന്താണ്? അപ്പോൾ അത് നമ്മൾ നോക്കണം. ഇനി ജലം ഒഴിക്കുന്നതിന് മുമ്പ് സ്ട്രോയുടെ ബി എന്ന ഭാഗത്ത് നിന്ന് കണ്ണിൽ നിന്ന് വന്ന് പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ സ്ട്രോയിൽ ജലം ഒഴിക്കുന്നതിന് മുമ്പ് എന്താണ്? നമ്മുടെ കണ്ണിൽ പതിക്കുന്ന രശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. പക്ഷേ മറിച്ച് നമ്മൾ സ്ട്രോയിൽ ജലം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇനി ബി എന്ന യഥാർത്ഥ സ്ഥാനം സിയിലേക്ക് ഉയർന്നതായി കാണപ്പെടുന്നതിനാൽ സ്ട്രോ ജലോപരിതലത്തിൽ വെച്ച് ഒടിഞ്ഞതായി തോന്നുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇതെന്താണ്? ബി എന്ന യഥാർത്ഥ സ്ഥാനം നമ്മൾ സിയിലേക്ക് ഉയർന്നതായി കാണപ്പെടുന്നതിനാൽ അവിടെ എന്ത് തോന്നും? നമുക്ക് സ്ട്രോ ഒടിഞ്ഞതായിട്ട് കാണപ്പെടും. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണങ്ങളാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകുന്നു. ഈ പ്രതിഭാസം എന്താ കാരണം? അതാണ് അപവർത്തനം. അതുകൊണ്ടാണ് നാരങ്ങ വെള്ളത്തിലെ സ്ട്രോ ഒടിഞ്ഞതായിട്ട് കാണുന്നതിന് കാരണം എന്തെന്ന് നമ്മളോട് ചോദിക്കും. അതിനെന്താ കാരണം? അത് അപവർത്തനമാണ്. ഇനി പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവ് അതിൻ്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള ആ മാധ്യമത്തിൻ്റെ കഴിവ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിക്കാം. അതിൻ്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. പ്രകാശിക സാന്ദ്രതയാകട്ടെ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രകാശിക സാന്ദ്രതയ്ക്ക് എന്താ പ്രത്യേകത? പ്രകാശിക സാന്ദ്രത മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവിധ പ്രകാശിക ഉപകരണങ്ങളുടെ രൂപകൽപ്പനയിൽ അപവർത്തനാങ്കത്തിൻ്റെ പങ്ക് നിർണായകമാണ്. അപ്പോൾ നമ്മളൊരു പ്രകാശിക
ഉപകരണം രൂപകൽപ്പന ചെയ്താൽ അതിലെന്തിൻ്റെ പങ്ക്? അപവർത്തനാങ്കത്തിൻ്റെ പങ്ക് നിർണായകമാണ്. മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം എന്താണെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് അപവർത്തനാങ്കം? പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം. അപ്പോൾ എന്താ അപവർത്തനാങ്കം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം എന്ന് പറയും. ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം സി എന്നും മാധ്യമത്തിലൂടെയുള്ള വേഗം വി എന്നും സൂചിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അപവർത്തനാങ്കം എന്ന് പറയുന്നത് എൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് നമുക്ക് പറയാം? എൻ ഈസ് ഈക്വൽ ടു ഇവിടെ എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി, അതായത് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ഭാഗം മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം എന്ന് പറയുന്നത് എത്രയാണ്? ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതാണ് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത്. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് 3×10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അപവർത്തനാങ്കം കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി, അതായത് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ഭാഗം മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? നമ്മുടെ അപവർത്തനാങ്കം കാണുന്നത്. ഇനി നമ്മൾ ചില മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം പട്ടികയിൽ നൽകിയിട്ടുണ്ട്. ഓരോ മാധ്യമത്തിൻ്റെയും അപവർത്തനാങ്കം കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കാനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അത് ഒന്ന് നോക്കാം. അപ്പോൾ മാധ്യമം, പ്രകാശവേഗം, അപവർത്തനാങ്കം. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. മാധ്യമം നമുക്ക് തന്നിട്ടുണ്ട്. വായു, ഗ്ലാസ്, ജലം എന്നിവ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഓരോന്നിലുമുള്ള പ്രകാശവേഗം പറഞ്ഞിട്ടുണ്ട്. വായുവിലാണെങ്കിൽ 3×10⁸ മീറ്റർ പെർ സെക്കൻഡാണ് പ്രകാശവേഗം. ഇനി അതിൻ്റെ അപവർത്തനം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അപവർത്തനാങ്കം കാണാനായിട്ട് എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയാണ്, ശൂന്യതയിലുള്ള പ്രകാശത്തിൻ്റെ വേഗമാണ്. അതുപോലെ നമ്മുടെ മാധ്യമം വി എന്ന് പറയുന്നത് മാധ്യമമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപവർത്തനാങ്കം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ വായുവിലൂടെയുള്ളത് 3×10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. പ്രകാശത്തിലൂടെയുള്ള വേഗതയും 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് വെട്ടിപ്പോകുമ്പോൾ ഒന്നെന്ന് കിട്ടും. ഇനി നമ്മൾ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി നമ്മൾ കാണും. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? പ്രകാശത്തിൻ്റെ വേഗത 3×10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി നമ്മുടെ ഗ്ലാസിൻ്റെ വേഗത 2×10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പം നമുക്ക് ഇവിടെ എത്രയെന്ന് ആൻസർ കിട്ടും? നമുക്ക് 1.5 എന്നാണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. അപ്പോൾ അപവർത്തനാങ്കം, ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം എത്രയാണ്? 1.5 ആണ്. 1.5 എന്ന് കിട്ടും. ഇനി നമുക്ക് ജലത്തിൻ്റെ അപവർത്തനാങ്കം കാണാൻ എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞതുപോലെ 3×10⁸ മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2.25×10⁸ മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.33 എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ജലത്തിൻ്റെ അപവർത്തനാങ്കം എത്രയെന്ന് ചോദിച്ചാൽ എത്ര പറയാം? നമുക്ക് 1.33 ആണെന്ന് കണ്ടെത്താം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.4 ആണ്. അപ്പോൾ വജ്രത്തിൻ്റെ അപവർത്തനാങ്കം എത്രയെന്ന് ഓർത്ത് വെക്കുക. വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.4 ആണ്. അങ്ങനെയാണെങ്കിൽ വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം എത്രയാണ്? വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം എത്രയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. 1.25×10⁸ മീറ്റർ പെർ സെക്കൻഡാണ് വജ്രത്തിലൂടെയുള്ള പ്രകാശവേഗത എന്ന് പറയുന്നത്.
ഇനി പ്രകാശവേഗം അപവർത്തനാങ്കവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അപ്പോൾ അപവർത്തനാങ്കം കൂടുതലുണ്ടെങ്കിൽ അവിടെ എന്ത് കുറവാണ്? പ്രകാശവേഗം കുറവാണ്. പ്രകാശവേഗവും പ്രകാശിക സാന്ദ്രതയും തമ്മിലുള്ള ബന്ധം അത് നമ്മൾ പറഞ്ഞു. പ്രകാശവേഗം ഉള്ള മാധ്യമത്തിൽ എന്ത് കുറവായിരിക്കും? പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും. ഇനി പ്രകാശവേഗം കൂടുതലാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും. പ്രകാശവേഗം കുറവാണെങ്കിൽ അവിടെ എന്താ കൂടുതലായിരിക്കും? പ്രകാശിക സാന്ദ്രത കൂടുതലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. എങ്കിൽ പ്രകാശിക സാന്ദ്രത അപവർത്തനാങ്കവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വച്ച് പ്രകാശരശ്മിക്ക് ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകുന്നുവെന്ന് നമ്മൾ പഠിച്ചു. ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകും. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശരശ്മിയുടെ ദിശയ്ക്ക് എന്തുണ്ടാകും? വ്യത്യാസമുണ്ടാകും. അത് ഇനി വായുവിൽ നിന്ന് ജലത്തിലേക്കും ജലത്തിൽ നിന്ന് വായുവിലേക്കും ഒരേ പതനകോണിൽ പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിനുണ്ടാകുന്ന ദിശാവ്യതിയാനം ഒരുപോലെ ആയിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ദിശാവ്യതിയാനത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ചിത്രത്തിലെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രകാശരശ്മി കടന്നു പോകുന്നതും അതായത് പതനകോണിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിനുണ്ടാകുന്ന ദിശാവ്യതിയാനം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ജലത്തിൽ നിന്ന് വായുവിലോട്ട് പോകുമ്പോഴുള്ള ആ ഒരു പ്രകാശത്തിനുണ്ടാകുന്ന ദിശാവ്യതിയാനം ഒരുപോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും എന്താണ്? ഇതിൻ്റെ ദിശാവ്യതിയാനത്തിൽ വ്യത്യാസമുണ്ട്. 2 മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്നു പതിക്കുന്ന പ്രകാശരശ്മിയെ പതനരശ്മി എന്നും, അപ്പം നമ്മൾ പറഞ്ഞു 2 മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയെ നമ്മൾ എന്തെന്ന് പറയും? പതനരശ്മി എന്ന് പറയും. പതനരശ്മി എന്നാണ് ഇതിന് പറയുന്നത്. ഇനി അതുപോലെ അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയെ അപവർത്തന രശ്മി എന്ന് പറയും. അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മി എന്തെന്ന് പറയും? അപവർത്തന രശ്മി. 2 മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന രശ്മി നമ്മൾ എന്തെന്ന് പറയും? പതനരശ്മി എന്ന് പറയും. അതുപോലെ അപവർത്തന രശ്മിക്കും പതനബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് അപവർത്തന കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഇടയിലുള്ളതാണ്? നമ്മുടെ അപവർത്തന രശ്മിക്കും പതനബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് അപവർത്തന കോണെന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഓരോ ചിത്രത്തിലെയും പതനരശ്മി, അപവർത്തന രശ്മി, പതനകോൺ, അപവർത്തന കോൺ എന്നിവ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പട്ടിക പൂർത്തിയാക്കിയാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പതനരശ്മി, അതുപോലെ നമ്മുടെ ചിത്രം 1.7 പതനരശ്മി ഏതാണ്, 1.7b പതനരശ്മി ഏതാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പതനരശ്മി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 2 മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മി. അപ്പോൾ ഇവിടെ വിഭജന തലം എന്ന് പറയുന്നത് ദാ ഇവിടെയാണ്. വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വിഭജന തലം. അപ്പോൾ ഇതിലെ ചിത്രം ആദ്യത്തെ വിഭജനം എന്ന് പറയുന്നത് വിഭജന കോൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഭജന AB ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് AB ആണ് വിഭജന തലം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, പതനരശ്മി എന്ന് പറയുന്നത് AB. ചിത്രം 1.7 AB ആണ് പതനരശ്മി. ഇനി ചിത്രം 1.7b പതനരശ്മി ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2ാമത്തെ ചിത്രത്തിലെ പതനരശ്മി എന്ന് പറയുന്നത് PQ ആണ്. ഇവിടെ ഇത് തിരിഞ്ഞല്ലേ, ഇവിടെ ഇത് ഇവിടം വരെയാണ് വിഭജന തലം വരെ, അതുവരെയാണ് ഇവിടുത്തെ പതനരശ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ PQവും ആദ്യത്തെ ചിത്രത്തിൽ ABയുമാണ് പതനരശ്മി എന്ന് പറയുന്നത്. PQ എന്ന് നമുക്കിവിടെ കിട്ടും.
പി ക്യു. ഇവിടെ എ ബി, രശ്മി എ ബി. ഇനി നമ്മൾ രണ്ടാമത്തെ പറയുന്നത് അപവർത്തന രശ്മി. അപവർത്തന രശ്മി എന്ന് പറയുന്നത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അപവർത്തന രശ്മി എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെ, ഇത് മുതൽ ഇതുവരെയുള്ളതാണ് അപവർത്തന രശ്മി. അപ്പോൾ ഇവിടുത്തെ അപവർത്തന രശ്മി എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു ഇത് മുതൽ ഇതുവരെ, ഇങ്ങോട്ടല്ലേ, ഇവിടെ തിരിച്ചാണല്ലോ, നേരെയാണല്ലോ വന്നിരുന്നത്, വായുവിൽ നിന്ന് ജലത്തിലോട്ടാണ്. അപ്പം നമുക്ക് പറയാം എന്താണ് അപവർത്തന രശ്മി എന്ന് പറയുന്നത് ബി മുതൽ സി വരെയാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നേരെ തിരിച്ചാണ് വരുന്നത്. അപവർത്തന രശ്മി എന്ന് പറയുമ്പോൾ ഏതാണ്, ക്യൂവിൽ നിന്ന് ആറിലോട്ടാണ്. ക്യു ആർ എന്നതാണ് ഇവിടുത്തെ അപവർത്തന രശ്മി എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ കണ്ടു. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്, അടുത്തിവിടെ പറയുന്നത് പതന കോൺ എന്ന് പറയുന്നത് കോൺ എ ബി എൻ ആണ്. ചിത്രം 1-7 പതന കോൺ എന്ന് പറയുന്നത് കോൺ എ ബി എൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിത്രം 1-7 പതന കോൺ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പതന കോൺ എന്ന് പറയുമ്പോൾ ഏതാണ്, പി. അപ്പോൾ ഇവിടുത്തെ പതന കോൺ നമ്മൾ കണ്ടു, എ ബി എൻ, ഇതാണ് ഇവിടുത്തെ പതന കോൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ പതന കോൺ ഏത് മുതൽ ഏതാണ്, ഇവിടെ നമ്മൾ പറഞ്ഞ പി ക്യു എൻ ആണ് പതന കോൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിത്രം എടുക്കുകയാണെങ്കിൽ അവിടെ പി ക്യു എൻ എന്നതാണ് ഇവിടുത്തെ പതന കോൺ. ഇനി നമ്മൾ നോക്കുന്നത് നോക്കിയേ, ഇനി ഇവിടെ പറഞ്ഞത് എന്താണ്, അപവർത്തന കോൺ എങ്ങനെയാണ്. അപവർത്തന കോൺ നമുക്ക് നോക്കാം. അപവർത്തന കോൺ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, കോൺ സി ബി എൻ ആണ് അപവർത്തന കോൺ. അപ്പം നമുക്ക് അപവർത്തന കോൺ ഒന്ന് നോക്കിയിട്ട് പോകാം. സി ബി എൻ ഇവിടെയാണ് അപവർത്തന കോൺ എന്ന് പറയുന്നത്. സി ബി എൻ ഇതാണ് അപവർത്തന കോൺ, ഇങ്ങോട്ട് വരും. അപ്പോൾ സി ബി എൻ എന്നതാണ് അപവർത്തന കോൺ എന്ന് പറയുന്നത്. അപവർത്തന കോൺ. ഇനി ഇപ്പുറത്തോട്ട് വന്നാലോ, ഇപ്പുറത്ത് വന്നാൽ ഇവിടുത്തെ അപവർത്തന കോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏതാണ്, ആർ ക്യു എൻ ആണ്. ആർ ക്യു എൻ എന്നതാണ് ഇവിടത്തെ അപവർത്തന കോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപവർത്തന കോൺ പതന കോണിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കുറവ്. അപവർത്തന കോൺ പതന കോണിനേക്കാൾ എയിൽ എങ്ങനെയാണ്, അപവർത്തന കോൺ പതന കോണിനേക്കാൾ എന്താണ്, കുറവാണ്. അപവർത്തന കോൺ പതന കോണിനേക്കാൾ കുറവാണ്. ഇനി ഇവിടെയാണെങ്കിലോ അപവർത്തന കോൺ പതന കോണിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ ഒരു കോളത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി വായുവിൽ നിന്ന് ജലത്തിലേക്ക് കടക്കുമ്പോഴും ജലത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോഴും അപവർത്തന രശ്മിയുടെ ദിശാവ്യതിയാനത്തിന് എന്ത് പ്രത്യേകതയാണ് കാണാൻ കഴിയുന്നതെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വായുവിൽ നിന്ന് ജലത്തിലേക്ക് കടക്കുമ്പോഴും ജലത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോഴും അപവർത്തന രശ്മിക്ക് ദിശാവ്യതിയാനം എന്ത് ചെയ്യുന്നു, അപവർത്തന രശ്മിയുടെ ദിശാവ്യതിയാനം. അപ്പോൾ വായുവിൽ നിന്ന് ജലത്തിലേക്ക് കടക്കുമ്പോഴും ജലത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോഴും അപവർത്തന രശ്മിയുടെ ദിശാവ്യതിയാനത്തിൽ എന്ത് പ്രത്യേകത നമ്മൾ പറഞ്ഞത്, ഒരു സ്ഥലത്ത് കൂടുന്നു, ഒരു സ്ഥലത്ത് കുറയുന്നു. വായുവിൽ നിന്ന് ജലത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ്. വായുവിൽ നിന്ന് ജലത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ്. അപ്പം നമുക്ക് പറഞ്ഞൂടെ, ഇവിടെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം എന്ത് ചെയ്യുന്നു, ലംബത്തോട് അടുക്കുന്നു. ഇനി ജലത്തിൽ നിന്ന് വായുവിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശാവ്യതിയാനം എന്താ സംഭവിക്കുന്നത്, ലംബത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇനി വ്യത്യസ്ത മാധ്യമ ജോഡികളിൽ കൂടി പ്രകാശം കടന്നു പോകുന്ന ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്.
അപ്പോൾ ഇത് മുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്